ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധവാരത്തിന്റെ ഭാഗമായ സമരാഗ്നി വടകര വൈദ്യുതി ഭവന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഭവിത് മലോൽ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിസിറ്റി വർക്കർമാരുടെ തടഞ്ഞുവെച്ച പ്രമോഷൻ ഉടൻ പുറത്തിറക്കുക, മണിയാർ വൈദ്യുത പദ്ധതി KSEB ഏറ്റെടുക്കുക, നിയമന നിരോധനം പിൻവലിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, മെറ്റീരിയൽസിന്റെ ദൗർലഭ്യം പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഞങ്ങൾക്കിഷ്ടമുള്ളവരെ നിയമിക്കുമെന്ന് പറയുന്ന ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും രൂപമായി ഈ നാടിനകത്ത് നാട് ഭരിക്കുന്ന പിണറായി വിജയനും കൃഷ്ണൻകുട്ടിയും മാറിയ സമയത്താണ് പ്രിയപ്പെട്ട KSEBയുടെ ജീവനക്കാർ അവരുടെ പ്രയാസം, അവരുടെ DA കിട്ടാത്ത അവസ്ഥയെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽ മേഖലകളിൽ ആനുകൂല്യം ലഭിക്കേണ്ട, അവകാശങ്ങൾ ലഭിക്കേണ്ട ആ അവകാശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിലാകമാനം സമരം നടത്തുന്നത്. ഈ സർക്കാരിന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവെട്ടിക്കൊള്ള എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇവിടെ സാധാരണക്കാരായ പാവപ്പെട്ട ജീവനക്കാർക്ക് അവർക്ക് നൽകേണ്ട അവകാശം നൽകാൻ ഇവർ തയ്യാറാവുന്നില്ല. ഇവരപ്പോഴും നടത്തുന്നത് വലിയ ആഡംബരങ്ങളാണ്. ഈ നാട്ടിലെ LP സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ 4ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്കൊരു സ്കോളർഷിപ്പ് കിട്ടും. LSS പരീക്ഷ എല്ലാ വർഷവും എഴുതും. LSS പരീക്ഷ എഴുതിയാൽ അവർക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. USS പരീക്ഷ പാസ്സായാൽ മിടുക്കരായ കുട്ടികൾ ഒരു UP സ്കൂളിൽ 5-10 കുട്ടികൾ ഉണ്ടാകും. അവർക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. ആ സ്കോളർഷിപ്പ് മുടങ്ങിയിട്ട് ഇപ്പൊ 4 വർഷമായി. 4 വർഷമായി ഈ നാട്ടിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പുകൾ നൽകുന്നില്ല. ഈ നാട്ടിൽ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട DA ആനുകൂല്യങ്ങൾ, TA ആനുകൂല്യങ്ങൾ നൽകാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്സം ഗ്രാന്റ് കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. ഈ നാട്ടിൽ പോലീസ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് 6 മാസമായി. 6 മാസമായി കേരളത്തിനകത്ത് PSC പരീക്ഷ നടത്തി പോലീസിന്റെ റാങ്ക്, സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് 1ാം റാങ്ക് കാരന് പോലും നിയമനം കൊടുക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഷമീം നാട്യമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. K. സുനിൽകുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KK രഞ്ജിത്ത്, സുനിൽ കക്കുഴി, രമേശൻ കിഴക്കയിൽ, KK രാജൻ, M. ഷാജി, സനീഷ് പെരുന്തോടി, സജിത്ത് MP എന്നിവർ സംസാരിച്ചു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി.